ആരും ഈ വീഡിയോ തട്ടിമാറ്റി പോലെ നിങ്ങൾ ഓരോരുത്തരെ ഹെൽപ്പിംഗ് ആവശ്യമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പൊന്നുമല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പാണ്. സംഭവം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ രാവിലെയാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഉസ്താദെ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മെസ്സേജ് അയച്ച് കൂടുതൽ അടുത്തറിഞ്ഞതിന് ശേഷമാണ് ആ മോൻ്റെ അവസ്ഥകൾ ഇങ്ങോട്ട് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതുവരെ എനിക്ക് മനസ്സിലായില്ല ഈ മോൻ ഇങ്ങനെയുള്ളൊരു കുട്ടിയാണെന്നുള്ളത്. ആ മോൻ ഇങ്ങോട്ട് പറയാണ്, ഉസ്താദെ ഞാൻ 100% ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോഴാണ് ഞാൻ ആ മോൻ്റെ പ്രൊഫൈൽ തന്നെ എടുത്ത് നോക്കുന്നത്. നോക്കുമ്പോൾ 50K ഫോളോസൊക്കെ ഉള്ള ഒരു കുഞ്ഞ് സെലിബ്രിറ്റിയും കൂടിയാണ് അവന്. ഈ ഒരു അവസ്ഥയിലും ആ മോൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ പറയാതെ വയ്യ, ഇങ്ങനെയുള്ള ഒരു മോനെ വരെ മെന്റലി തളർത്തിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ഏത് രൂപത്തിലാണ് ആ മോന് ഞാൻ മോട്ടിവേഷൻ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യന് ഉയരാണെന്നുണ്ടെങ്കിൽ മലായിക്കത്തുകളേക്കാൾ വലിയ സ്ഥാനം നേടിയെടുക്കാൻ പറ്റുമെന്നും അതപ്പതിച്ചു പോയാൽ ഇബിലീസിനേക്കാൾ മോശമായി തീരുമെന്നും പറയുന്നതിൽ തെറ്റില്ല. ഇങ്ങനെയുള്ള ആളുകളെ പിശാചിന്റെ കുഞ്ഞുങ്ങൾ എന്നല്ലാതെ വേറെ എന്താ പറയാ. ഈ ഒരു വീഡിയോ ചെയ്യുന്നതന്നെ ആ മോന്റെ റിക്വസ്റ്റ് വാങ്ങിച്ചുകൊണ്ടാണ്. ആ മോന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടോക്കി. അതെ ഒരു പാഠം ചെയ്യോ. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് ഉസ്താദെ. അപ്പോൾ ചിലവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പേര് ചിലവരെ കളിയാക്കുന്നവരുണ്ട്. സ്നേഹിക്കുന്നവരാണ് കൂടുതലുള്ളത്, എന്നാലും കളിയാക്കുന്നവർ കുറച്ചുണ്ട്. അപ്പോൾ അവരെന്നെ ഈ ഒരു കാഴ്ച പരിമിതിയുടെ പേരിൽ തന്നെ ഒരുപാട് കളിയാക്കുന്നുണ്ട് ഉസ്താദെ. അതിനെക്കുറിച്ചിട്ട് ഉസ്താദ് ഒന്ന് വീഡിയോ ചെയ്യാമോ? ഏതെൻ്റെ ഒരു അപേക്ഷ ഉസ്താദ് അങ്ങനെ വീഡിയോ ചെയ്താൽ എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അത് അപാരമായിരിക്കും. അപ്പോൾ മറ്റ് എന്നെപ്പോലെ കാഴ്ചയില്ലാത്ത ആരെങ്കിലും ഉസ്താദിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു തീർച്ചയായും അതൊരു നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. തീർച്ചയായും ഉസ്താദെ ചെയ്തോളൂ. കാരണം ഉസ്താദിൻ്റെ വീഡിയോ കാഴ്ച പരിമിതി നേരിടുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അത് അവർക്കൊരു ഭാഗ്യമല്ലേ. അതാണല്ല, എന്നാലും അതിനോരോ കുത്തുവാക്കുകൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഈ വലുതായിട്ടൊക്കെ എന്താവാനാ, ഈ അങ്ങനെ മറ്റേതാവും മറിച്ചതാവും, അവർ ഭയങ്കര ഇമോഷണലി ആയിട്ട് നമ്മളെ തളർത്തും. ഞാനതിൽ നിന്ന് പരമാവധി പടച്ചോണ്ട് പരിമേൽപ്പിച്ചുകൊണ്ട് മുന്നേറുക ചെയ്യുക. പക്ഷേ ഇത് എനിക്ക് എൻ്റെ മെൻ്റലിസത്തെ തന്നെ ബാധിക്കുന്ന വാക്കുകളാണ് അവർ പറയുക ചിലവരൊക്കെ. അല്ലാണ്ട് ഞാൻ എൻ്റെ ഭാവി ജീവിതം ആലോചിച്ചിട്ട് ഞാൻ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. വളരെയധികമുള്ള ഡിപ്രഷനുള്ള ഒരാളാണ് ഞാൻ പൊതുവേ ചിരിച്ച് വരുത്താനും പറയുകയാണെങ്കിലും ഞാൻ പൊതുവേ ചിരിച്ചിട്ട് ആളുകളോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഡിപ്രഷൻ അവസ്ഥ എന്ന് പടച്ചോനൊക്കെ അറിയാം. ഉള്ള അസ്വസ്ഥ ഞാൻ പൊതുവേ എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകളും, അതായത് ഇപ്പോൾ ഈ കാഴ്ചയുടെ അങ്ങനെയുള്ള വിഷമം ഞാൻ ആരോട് അങ്ങനെ തുറന്ന് പറയാറില്ല. എൻ്റെ ഉമ്മാനോട് പോലും, അതായത് മോൻ്റെ ടെൻഷൻ അടിച്ചിരിക്കണമൊക്കെ ഉമ്മ ചോദിക്കും. അപ്പോൾ ഞാൻ പറയാറില്ല ഉമ്മക്ക് വിഷമം ഉണ്ടാച്ചിട്ട്, ആരോടും പറയില്ല. ഫാത്തിമ ബീബി തേനിമ്പൂവി പൂമകളാ, താരക പൂമലരായി തളിരാമ്പൽ പൂവിനഴകാ.